മുറ്റത്തേക്ക് അയേ എന്റെ പണി കഴിഞ്ഞാനേ ആ നീ നേരത്തെയാ നേരത്തെ എനിക്ക് അയേ മോളി വിളിച്ചിക്കാനടാ എന്തേനു ഓക്കൊരു 25,000 ഉറുപ്പ്യ വേണമെന്നും പറഞ്ഞിട്ട് 25,000 ആ ഞാൻ എന്നോട് 25,000 ഞാൻ പോവാ എവിടെയാ ഞാൻ കൊടുക്കാന്നും പറഞ്ഞു നോക്കി എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചോക്കറ 25,000 ഉറുപ്പ്യക്ക് ആ നോക്കട്ടെ അല്ലടാ ഓളെ കല്യാണം കഴിച്ചിക്ക് നേരിച്ചിട്ട് നമുക്ക് കൊടുക്കാണ്ടിരിക്കാൻ പറ്റുവാ ഓളെ അപ്പടെ നമുക്ക് അങ്ങ് തള്ളിക്കളിയാനാവുക 25,000 ഉറുപ്പ്യക്ക് ചോദിച്ചിട്ടില്ല എന്നല്ലേ പറയുന്നത് എന്താന്നാ ഇതെന്താ എല്ലാളെ ഇങ്ങനെ ഇവിടെ കുത്തിരിന് എന്റെ പണിയെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന പണിയെല്ലാം കഴിഞ്ഞാ അമ്മയ്ക്ക് എന്താ ചായ എന്തേലും വേണോ? എനക്ക് ചായ ഒന്നും വേണ്ട ഞാൻ എന്നോട് കുട്ടി എന്തെങ്കിലും പറഞ്ഞിക്കൊന്നേക്കണ്ടിട്ട് വന്നതാ. ഇല്ല എന്തായിരുന്നു? അല്ല ഞാൻ മോനോട് 25,000 ഉറുപ്പ്യ പറഞ്ഞിക്കാനും മോളിക്ക് കൊടുക്കണ്ടിട്ട് ഓളെന്നോട് 25,000 ഉറുപ്പ്യക്ക് ചോദിച്ചിക്കാനും ഞാൻ കൊടുക്കാന്നും പറഞ്ഞിക്ക് ഓൻ നോക്കട്ടെ എന്നും പറഞ്ഞിക്ക്. അങ്ങനെ അമ്മ ഇപ്പൊ 25,000 രൂപ കൊടുക്കും. അമ്മ കാണുന്നില്ലേ പണിയൊന്നും ഇല്ലാത്തതും മഴയും ലീവല്ല. പണിയില്ലെന്ന് പറഞ്ഞിട്ട് എന്താ ഓക്കെന്താ ഒരുപാട് ആങ്ങളെ മാറണ്ട ഓനൊറ്റടുത്തല്ലാണ്ടുണ്ടാ പിന്നെ ഓനോടല്ലാണ്ട് പിന്നെ ആരോടാ ചോദിക്കണ്ടേ? ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞല്ല, പ്രതീക്ഷേട്ടന്റെ അവസ്ഥ കൊണ്ട് പറഞ്ഞ. അല്ല സുമേഷ് ചേട്ടന് ഇപ്പൊ പണിയൊന്നുമില്ലേ? ഓന് പണിയുണ്ടോ പണിയില്ലെന്നൊന്നും ഉമ്മക്ക് നോക്കേണ്ട ആവശ്യമില്ല. നമ്മള് കൊടുക്കാന്ന് പറഞ്ഞ പൈസയല്ലേ, അത് നമ്മളെന്തായാലും കൊടുക്കുക തന്നെ വേണ്ടേ. ഇനി ഓനോട് പറഞ്ഞേക്കാ പൈസ കൊടുക്കണം, ആരോടെങ്കിലും വാങ്ങിയിട്ട് പെട്ടെന്ന് കൊടുക്കാൻ പറ. അല്ല ഇനിയുണ്ടോ ഓനോട് കൊടുക്കണ്ടെന്നിട്ടും പറഞ്ഞിക്ക്? ഞാൻ എന്തിനാ അമ്മേ പറയുന്നേ? അല്ല എനക്കിപ്പം തോന്നുന്നു അങ്ങനെയാ, അതാ ഞാൻ ചോദിച്ചേ. സാരി വാങ്ങിയ ഇല്ലടാ ഇതെന്തിന്നാ? ഓക്കൊരു സാരി വാങ്ങിയ. അത് ശരി, എന്റെ മോളൊരു പൈസ വെച്ചിട്ട് എനിക്ക് കൊടുക്കാൻ പൈസ ഒന്നുമില്ല അല്ലേ? ഓക്ക് ഡ്രസ്സ് എടുക്കാനോ എല്ലാത്തിനും എന്റെ അടുത്ത് പൈസ ഉണ്ടാവും. അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക, എല്ലാം അങ്ങനെ തന്നെ ഉണ്ടാവുക. എനിക്ക് നല്ലോണം അറിയാം. എന്റെ അമ്മേ, ഞാൻ എന്റെ ചങ്ങായിനോട് പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയ ആടുന്ന് ഓഫറിന് കിട്ടിയതാ 250 ഉറുപ്പ്യന്റെ സാരി. 500 ഉറുപ്പ്യക്ക് 2 പറഞ്ഞിട്ട് അതാ ഞാൻ വാങ്ങിക്കൊണ്ടുവന്നേ. അല്ല നിങ്ങളെന്താ ഇങ്ങനെ പറയുന്നേ? ഓക്കെന്നാ ഞാൻ ഇതിലൊരു പൈസ കൊടുക്കില്ലേ? നിങ്ങളെ വർത്താനം കേട്ടാൽ ഒരു പൈസ ഞാൻ ഇതിൽ കൊടുക്കില്ല. എന്ന് ഇനി കൊടുക്കല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. ഇനി എല്ലാം ഇപ്പം കൊടുക്കലുണ്ട്. ഇനി കാണുന്നില്ലേ ഓളെ ഏട്ടന്റെ വീട്ടിൽ നിന്ന് എല്ലാ സാധനവും കൊണ്ടുവരുന്ന, ആഴ്ചക്ക് സാധനം കൊണ്ടുവരുന്ന പൈസക്ക് പൈസയും കൊണ്ടുകൊടുക്കുന്നില്ല. ഓലെ കാട്ടാൻ കുറച്ച് വേറെ നിൽക്കാൻ വേണ്ടിയിട്ടാ ഞാൻ എന്നോട് പറഞ്ഞ ഈ പൈസ കൊടുക്കണം. അതാ ഞാൻ എന്നോട് പറഞ്ഞ, അല്ലാണ്ട് ഇനി കൊടുക്കായിട്ടൊന്നുമല്ല. അല്ലമ്മേ, നിങ്ങൾ ഈ ഭാഷക്കൊത്ത് ജീവിച്ചിട്ട് എന്റെ ജീവിതം എങ്ങനെയാ പോകുന്നത് നിങ്ങൾ അറിയുന്നില്ല? നിങ്ങൾ പറയുന്ന എല്ലാ സാധനവും ഞാൻ കൊടുക്കുന്നത്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ഈ വീടിന്റെ കടം മൊത്തം ഞാനല്ലേ വീട്ടിയെ. എന്റെ നല്ല കാലത്ത് ഉണ്ടാക്കി വെച്ച എല്ലാ സമ്പാദ്യം എടുത്തിട്ട് ഓളെ കല്യാണം കഴിച്ചേ. അതിന്റെ കടം ഞാൻ ഇപ്പവും വീട്ടിൽ കൊണ്ടിരിക്കുന്നത്. ഒരു നേരെങ്കിലും നിങ്ങൾ എന്റെ ജീവിതം എങ്ങനെയാ പോകുന്നത് നിങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ടാ? കല്യാണം കഴിയുന്ന വെച്ചിട്ട് പെങ്ങന്മാർ ചാടുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. ഒലിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കേണ്ട ആങ്ങളെ പറഞ്ഞില്ല. എന്നുവെച്ചാൽ ഒരു നേരം നിങ്ങൾ അങ്ങോട്ട് സ്നേഹിക്കുമ്പോൾ ഒന്ന് ഞാൻ ആ മക്കളായ ഞാളെ ഒന്ന് നോക്കണം. ഞാളെങ്ങനെയാ ജീവിക്കുന്നെന്നുള്ളത്.